ബാൾട്ടിക് കടലിന് മുകളിലെ ആകാശം ഇപ്പോൾ കടുത്ത സൈനിക അടിയന്തരാവസ്ഥയുടെ നിഴലിലാണ്. വെറും 7 ദിവസത്തിനുള്ളിൽ 11 തവണയാണ് നാറ്റോയുടെ യുദ്ധവിമാനങ്ങൾ അടിയന്തരമായി വായുവിൽ ഉയരേണ്ടി വന്നത്. വ്ളാഡിമിർ പുടിന്റെ റഷ്യൻ വ്യോമസേന നാറ്റോ അതിർത്തി ലക്ഷ്യമാക്കി നടത്തിയ അസാധാരണമായ പ്രകോപനങ്ങളാണ് ബാൾട്ടിക് മേഖലയെ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത്. നാറ്റോയുടെ വ്യോമ സുരക്ഷാ ചുമതലയുള്ള ഫ്രഞ്ച് റഫാൽ യുദ്ധവിമാനങ്ങളാണ് റഷ്യൻ പടയോട് വായുവിൽ അങ്ങേയറ്റം അപകടകരമായ രീതിയിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയത്. വൻതോതിൽ മാരകായുധങ്ങൾ സജ്ജീകരിച്ച റഷ്യയുടെ സുഖോയ് 35, സുഖോയ് 34 ഫൈറ്റർ ബോംബറുകളും ഭീമൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങളുമാണ് ഈ അടിയന്തര സാഹചര്യത്തിന് കാരണമായത്. അന്താരാഷ്ട്ര വ്യോമയാന നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ബാൾട്ടിക് രാജ്യങ്ങളുടെ അതിർത്തിക്ക് സമീപത്തേക്ക് കുതിച്ചെത്തിയത്. തങ്ങളുടെ സാന്നിധ്യം റഡാറുകളിൽ നിന്ന് മറച്ചുവെക്കാനായി ട്രാൻസ്പോണ്ടറുകൾ പൂർണ്ണമായും ഓഫ് ചെയ്തായിരുന്നു റഷ്യൻ പൈലറ്റുമാരുടെ പറക്കൽ. മാത്രമല്ല, എയർ ട്രാഫിക് കൺട്രോളുമായി യാതൊരുവിധ റേഡിയോ ബന്ധവും പുലർത്താൻ ഇവർ തയ്യാറായതുമില്ല. ഇത്തരത്തിൽ വായുവിൽ യാതൊരു സിഗ്നലുമില്ലാതെ പൂർണ്ണ ഇരുട്ടിൽ പറക്കുന്ന വിമാനങ്ങൾ വലിയ വ്യോമ ദുരന്തങ്ങൾക്കും പ്രകോപനങ്ങൾക്കും കാരണമാകും. ഈ സാഹചര്യത്തിലാണ് ലിത്വാനിയയിലെ സിയോലിയായി സൈനിക താവളത്തിൽ നിന്ന് ഫ്രഞ്ച് വ്യോമസേനയുടെ റഫാൽ വിമാനങ്ങൾ സൈറൻ മുഴക്കി ആകാശത്തേക്ക് കുതിച്ചുയർന്നത്. നാറ്റോയുടെ വ്യോമാതിർത്തി സംരക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായാണ് ഫ്രാൻസ് ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ ആർമഡ അതിർത്തി ലംഘിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഫ്രഞ്ച് പൈലറ്റുമാർ തങ്ങളുടെ റഫാൽ ജൈറ്റുകളുമായി ആകാശത്ത് വ്യോമ പ്രതിരോധ കവചം തീർക്കുകയായിരുന്നു. തുടർന്ന് ആകാശത്ത് നടന്നത് കടുത്ത ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ആയുധങ്ങൾ ഘടിപ്പിച്ച റഷ്യൻ സുഖോയ് യുദ്ധവിമാനങ്ങളെ ഫ്രഞ്ച് റഫാലുകൾ ആകാശത്ത് വെച്ച് വളയുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇരു വിഭാഗത്തിലെയും പൈലറ്റുമാർ പരസ്പരം മിസൈൽ ലോക്കുകൾ വരെ ചെയ്യാവുന്ന തരത്തിലുള്ള ലൈവ് കോമ്പാറ്റ് സാഹചര്യത്തോട് അടുത്താണ് ഏതാനും മിനിറ്റുകൾ ആകാശത്ത് ചെലവഴിച്ചത്. ഈ വൻ പ്രകോപനത്തിൽ ഫ്രഞ്ച് വ്യോമസേനയ്ക്ക് തുണയായി പുതുതായി നാറ്റോയിൽ ചേർന്ന സ്വീഡന്റെ ഗ്രീപ്പൻ യുദ്ധവിമാനങ്ങളും ഒപ്പം ചേർന്നിരുന്നു. റഷ്യയുടെ വ്യോമവ്യൂഹത്തെ കൃത്യമായി നിരീക്ഷിച്ച് അവയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചയക്കാൻ ഇരു രാജ്യങ്ങളിലെയും നാറ്റോ പൈലറ്റുമാർക്ക് സാധിച്ചു. റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അസാധാരണമായ നീക്കം വെറുമൊരു അബദ്ധമല്ലെന്നും മനഃപൂർവ്വമുള്ള കൃത്യമായ ആസൂത്രണമാണെന്നും നാറ്റോ സൈനിക വക്താക്കൾ വിലയിരുത്തുന്നു. റഷ്യയിൽ നടക്കുന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിന്റെ അതേ ആഴ്ചയിൽ തന്നെ ഈ പ്രകോപനമുണ്ടായത് ലോകത്തിനു മുന്നിൽ തങ്ങളുടെ സൈനിക കരുത്ത് കാണിക്കാനുള്ള പുടിന്റെ ശ്രമമായാണ് കാണുന്നത്. എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നീ 3 ബാൾട്ടിക് രാജ്യങ്ങൾക്ക് സ്വന്തമായി അത്യാധുനിക യുദ്ധവിമാനങ്ങളില്ല. റഷ്യയുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഈ രാജ്യങ്ങളുടെ ആകാശം സംരക്ഷിക്കുന്നത് നാറ്റോ സഖ്യകക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ പാളിച്ചയും നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഈ ആഴ്ചയിലെ സംഭവങ്ങൾ കാണിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുകയാണ് എന്നാണ്. അതിർത്തികളിൽ നിരന്തരമായി ഡ്രോൺ ലംഘനങ്ങളും വ്യോമ പ്രകോപനങ്ങളും നടക്കുന്നത് യുദ്ധം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് പടരുമെന്ന ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. ആകാശത്ത് വെച്ച് നേരിയൊരു വ്യതിയാനമോ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു തെറ്റോ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഒരു റഷ്യൻ നാറ്റോ നേരിട്ടുള്ള യുദ്ധത്തിന് തന്നെ വഴി തുറക്കുമായിരുന്നു. റഷ്യൻ പൈലറ്റുമാരുടെ ഇത്തരം പ്രൊഫഷണലിസം ഇല്ലാത്ത പെരുമാറ്റം വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് ഫ്രഞ്ച് കമാൻഡർമാർ തുറന്നടിച്ചു. റഷ്യയും നാറ്റോയും തമ്മിലുള്ള ഈ പൂച്ചയും എലിയും കളി ആഗോള സമുദ്ര വ്യോമ സുരക്ഷയെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. വരും ദിവസങ്ങളിൽ ബാൾട്ടിക് മേഖലയിലെ വ്യോമ സുരക്ഷ കൂടുതൽ കർശനമാക്കാനാണ് നാറ്റോ സഖ്യത്തിന്റെ തീരുമാനം. എന്നാൽ തങ്ങളുടെ ആകാശ നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചനയാണ് ഒരേ സമയം ഒന്നിലധികം ആയുധ വിന്യാസങ്ങളിലൂടെ റഷ്യ നൽകുന്നത്. വാസ്തവത്തിൽ ശീതയുദ്ധകാലത്തിന് ശേഷം ബാൾട്ടിക് ആകാശം ഇത്രയും സംഘർഷഭരിതമാകുന്നത് ഇതാദ്യമായാണ്. റഷ്യയുടെ വലിയൊരു ആയുധ ശേഖരത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തടസ്സപ്പെടുത്തേണ്ടി വന്നത് നാറ്റോയുടെ പ്രതിരോധ മികവ് തെളിയിക്കുന്നതാണെങ്കിലും വരാനിരിക്കുന്ന വലിയൊരു ആപത്തിന്റെ സൂചനയായിട്ടാണ് തന്ത്രജ്ഞർ ഇതിനെ കാണുന്നത്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം നാറ്റോ സഖ്യം തങ്ങളുടെ കിഴക്കൻ അതിർത്തികളിൽ സൈനിക സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫ്രാൻസിന്റെ റഫാലുകളും സ്വീഡന്റെ ഗ്രീപ്പൻ വിമാനങ്ങളും സംയുക്തമായി നടത്തിയ ഈ പ്രതിരോധം പുടിനുള്ള ശക്തമായ മുന്നറിയിപ്പാണ്.
നാറ്റോ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇതിലൂടെ വ്യക്തമാക്കപ്പെട്ടു. റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ ഈ 11 ആകാശ പ്രകോപനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ലോകം മറ്റൊരു വൻ യുദ്ധത്തിന്റെ നിഴലിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ബാൾട്ടിക് ആകാശത്തെ ഈ ഓരോ സെക്കൻഡുകളും കടന്നു പോകുന്നത്.